എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണോ എല്ലാവർക്കും? അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് പോവാം. ഇന്നത്തെ വീഡിയോ ട്രാവൽ വ്ലോഗാണ് കേട്ടോ. അപ്പം ഇന്ന് അവിട്ടാണേ, തിരുവോണം കഴിഞ്ഞിട്ടുള്ള അവിട്ടാണ്. അപ്പം നമ്മൾ നാട്ടിലോട്ട് ഇന്ന് തിരിക്കാമെന്ന് വിചാരിച്ചു. ഓണമൊക്കെ കഴിഞ്ഞു, എന്നാലും ഓണത്തിൻ്റെ പേരും പറഞ്ഞ് എല്ലാവരും ഒന്ന് കാണണ്ടേ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ മാത്രമല്ല കേട്ടോ, മോനും ഗണേഷും ഉണ്ട്. അപ്പം ഒരു ഷോർട്ട് 2-3 ഡേയ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ നാട്ടിൽ വരുന്നത്. അപ്പം അച്ഛനും അമ്മയൊക്കെ ഒന്ന് കണ്ടിട്ട് മാഷേട്ടനെയും കണ്ടിട്ട് നമുക്ക് ഓടി വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ പാക്കിംഗ് ഒന്നും ആയിട്ടില്ല. നൈറ്റ് 11 മണിക്കാണ് കേട്ടോ ട്രെയിൻ ബുക്ക്ഡ് ആണ്. അപ്പോൾ 11 മണിക്കാണ് ട്രെയിൻ. അപ്പം പാക്കിംഗ് ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ സമയം വന്നിട്ട് 7 മണിയാകുമ്പോഴും. അപ്പം നമുക്ക് പാക്ക് ചെയ്തിട്ട് വരാം. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് ഒരുമിച്ച് പോകാം കേട്ടോ നാട്ടിൽ. നമ്മളിനി എന്തൊക്കെ പ്ലാൻ ചെയ്താലും ദൈവങ്ങൾക്ക് വേറെ പ്ലാൻ ഉണ്ടാവും എന്ന് പറയുന്ന പോലെ ഞാൻ പ്ലാൻ ചെയ്തൊന്നുമല്ലായിരുന്നു കേട്ടോ നടന്നത്. ഗണേഷ് ലാസ്റ്റ് മിനിറ്റിൽ ഗണേഷ് വന്നിട്ട് ഓഫീസിൽ വർക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് വന്നില്ല. എനിക്ക് അത്യാവശ്യം നല്ല ദേഷ്യത്തിലായിരുന്നു. ഞാൻ എൻ്റെ ഇമോഷൻസ് ഒന്നും നിങ്ങളുമായിട്ട് മറച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. അപ്പം ഞാൻ അത്യാവശ്യം നന്നായിട്ട് വഴക്കിട്ടിട്ടാണോ വന്നത്. കാര്യം ലാസ്റ്റ് മിനിറ്റിന് വെക്കേണ്ടായിരുന്നു. ഒരു മോർണിംഗോ ഉച്ചയ്ക്കോ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനനുസരിച്ച് പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്തേനെ എന്നൊരു ഫീലിംഗ് ആയിരുന്നു എൻ്റേത്. അപ്പം നമ്മൾ സ്ലീപ്പർ ബുക്ക് ചെയ്തിട്ടാട്ടോ പോയത്. നമ്മൾ പൊതുവേ ബുക്ക് ചെയ്തിട്ടാണ് പോവാറ്. സ്ലീപ്പർ കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് AC എങ്കിലും ബുക്ക് ചെയ്തിട്ടാണ് പോവാറ്. കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ഒരു 13 മണിക്കൂറോളം ട്രാവലുണ്ട്. അപ്പോൾ കുഞ്ഞിനെ വെച്ചൊന്നും 13 മണിക്കൂർ നമ്മൾ ബുക്ക് ചെയ്യാണ്ടൊന്നും പോകാനൊന്നും പറ്റില്ല. പിന്നെ ബസ്സിലുള്ള യാത്ര അത്ര കംഫർട്ടബിളും അല്ല. അപ്പം അതുകൊണ്ട് ഞാൻ വന്നിട്ട് എപ്പോഴും ബുക്ക് ചെയ്തിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പം ഒറ്റപ്പാലമാണ് കേട്ടോ ഞാൻ ഇറങ്ങുന്നത്. അപ്പം ഒറ്റപ്പാലം എത്തുമ്പോൾ ഏകദേശം ഉച്ച ഒരു 10:58 എന്ന് പറയുവാണെങ്കിലും ഒരു 11:30 ആവും നമ്മൾ പ്രോപ്പറായിട്ട് അവിടെ എത്താൻ. അപ്പം നമ്മൾ ഓൺ ദ വേ ടു ഒറ്റപ്പാലമാണ് കേട്ടോ. പറയുമ്പോൾ നിങ്ങൾക്കൊക്കെ ഇത്തിരി ഡ്രാമാറ്റിക്കായിട്ട് തോന്നുമെങ്കിലും നമ്മളെ നാടിൻ്റെ ബോർഡർ കഴിഞ്ഞിട്ട് തൃശ്ശൂർ കഴിഞ്ഞ് പാലക്കാട് സൈഡിലോട്ടുള്ള ആ ഒരു അറ്റ്മോസ്ഫിയർ ആയാലും അതേപോലെ ആ ഒരു സ്മെല്ലും നാടിൻ്റെ സ്മെല്ലെന്നൊക്കെ പറയില്ലേ, അതൊക്കെ കിട്ടുമ്പോൾ നമുക്ക് മനസ്സിന് വല്ലാത്തൊരു സന്തോഷം കേട്ടോ, വല്ലാത്തൊരു ശ്വാസം എടുക്കാൻ പറ്റുന്ന പോലെ. അപ്പം ഞാൻ സമയം അറിഞ്ഞില്ല, ഒറ്റപ്പാലത്ത് എത്തിയിട്ടോ. ഇതിപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒറ്റപ്പാലം സ്റ്റേഷനാണ്. നോർമലി നമ്മൾ മാഷേട്ടനാണ് കേട്ടോ പിക്ക് ചെയ്യാൻ വരാറ്. പക്ഷേ ഇന്നെന്തോ മാഷേട്ടനും കുറച്ച് ഒഫീഷ്യൽ എൻഗേജ്മെൻറ്റ്സൊക്കെ ഉള്ളതുകൊണ്ട് മാഷേട്ടനും ഇന്ന് ടൈമില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെയായിരുന്നു കേട്ടോ പോയത്. ഇപ്പം നാട്ടിൽ വന്ന് നിൽക്കുന്ന ഒരുപാട് നാളത്തെ പ്ലാൻസൊന്നുമില്ല. ഒരു 2-3 ഡേയ്സ് സ്പെൻഡ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഓണത്തിന് വരാൻ പറ്റില്ല, അതിൻ്റെ ഒരു വിഷമം തീർക്കാൻ വേണ്ടി നാട്ടിലേക്ക് ഇറങ്ങി തിരിച്ചാണ്. അപ്പം അച്ഛനും അമ്മയ്ക്കും ഓണക്കോടി എടുത്തിട്ടുണ്ടായിരുന്നു, മാഷേട്ടനും എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കൊടുത്ത് നമുക്ക് ഇഷ്ടമുള്ള കുറച്ച് ബന്ധങ്ങളൊക്കെ നാട്ടിലാണ് ഏറ്റവും കൂടുതൽ റൂട്ടഡായിട്ടുള്ളത്. അപ്പം അവരെയൊക്കെ കണ്ടിട്ട് നമുക്കൊന്ന് സന്തോഷമായിട്ട് ഒരു 2-3 ഡേയ്സ് സ്പെൻഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ വന്നത്. നോർമലി ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും മാഷൂടി ഒരു ഫിലിമിന് പോകാറുണ്ട്. അപ്പം നമ്മൾ കൊപ്പം സിൻഡിക്കേറ്റിലാണ് പോകാറ് എപ്പോഴും. അപ്പം ഞാൻ സിൻഡിക്കേറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ഹൃദയപൂർവ്വം എന്നുള്ള മൂവിയാട്ടോ കണ്ടത്. മോഹൻലാലിൻ്റെ നല്ല ഇമോഷണലായിട്ടുള്ള ഒരു മൂവിയായിരുന്നു. പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് കേട്ടോ. എല്ലാവരും പോയി കാണണം. അപ്പം നാട്ടിൽ നിന്ന് മാറി താമസിക്കുന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മളെ നാട്ടിലെ ഫുഡാട്ടോ. നമ്മൾ റൈസാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത്. കാരണം ഞങ്ങളിവിടെ പച്ചരി കേട്ടോ കഴിക്കുന്നത്. അപ്പം ഇവിടെ എല്ലാവരും പച്ചരിയാണ് കഴിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ പിന്നെ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മളെ പപ്പടം കേട്ടോ. അവിടെ കിട്ടുന്നത് പപ്പടമല്ലേ, അപ്പളമാണ്. അപ്പളം ടേസ്റ്റ് ഉണ്ട്, പക്ഷെ വന്നിട്ട് അത് നമ്മളുടെ ഒരു പപ്പടത്തിൻ്റെ ടേസ്റ്റല്ല, വേറൊരു ടേസ്റ്റാണ്. ഇറ്റ്സ് ഗുഡ്, ബട്ട് പപ്പടത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് അല്ലല്ലോ. അപ്പോൾ നമുക്ക് പപ്പടം മിസ് ചെയ്യും. ഇതെൻ്റെ അനിയനാണ് കേട്ടോ, അമൽ. എൻ്റെ മേമയുടെ മോനാണ്. അപ്പം എനിക്ക് എൻ്റെ കസിൻസിൽ ഏറ്റവും പ്രിയപ്പെട്ടത് അമലാണ്. എല്ലാ പ്രാവശ്യവും ഞാൻ വരുമ്പോൾ ഓടിക്കതച്ച് എന്നെ കാണാൻ വരുന്ന കുട്ടിയാണ് കേട്ടോ. അതിപ്പോൾ കുഞ്ഞാവുമ്പോഴുള്ള സ്നേഹത്തിനേക്കാളും വലുതായി കഴിഞ്ഞാൽ സ്നേഹം കുറഞ്ഞു പോവും, മാറും എന്നൊക്കെ പറയുമെങ്കിലും എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇവനാണ്. എന്നെ കാണാണ്ട് അവനിരിക്കില്ല. ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാവുന്നത് ഇവനുമായിട്ടാണ്.
അതുപോലെ എത്ര നാൾ മിണ്ടാണ്ടിരുന്നാലും എത്ര വഴക്കിട്ടാലും നമുക്ക് യാതൊരു അകലവും തോന്നാത്ത ചില ബന്ധങ്ങളില്ലേ, അതിൽ എൻ്റെ കുട്ടിക്കാലത്തെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ബന്ധം എൻ്റെ അനിയനാണ്. അപ്പം നമ്മളുടെ ആട്ടവും പാട്ടമൊക്കെ തീർന്ന് ഞങ്ങൾ തിരിച്ചു വരാനുള്ള പ്ലാനിൽ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലോട്ടോ. നല്ല സങ്കടമുണ്ട് ഈ കാണുന്ന മൂടൊന്നും, നിങ്ങൾ ഈ ചിരിയൊന്നും ഒറിജിനലല്ല. അപ്പം എല്ലാ പ്രാവശ്യവും തിരിച്ചു വരുമ്പോൾ കരച്ചിലാണ്. അതെന്താ അങ്ങനെയെന്നറിയില്ല. എപ്പം നാട്ടിൽ നിന്ന് വരുമ്പോഴും കരയാണ്ട് ഒരു പ്രാവശ്യം പോലും നാട്ടിൽ നിന്ന് ഇതുവരെ വന്നിട്ടില്ല. എനിക്കത് ഓർക്കുമ്പോൾ എപ്പോഴും ഞാൻ പറയാറുള്ള കാര്യമാണ്. നമ്മൾ തിരിച്ചു വരുമ്പോൾ, അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, തിരിച്ചു വരുമ്പോൾ ഭയങ്കര വിഷമമാണ്. അതിവിടെ കംഫർട്ടബിൾ അല്ലാത്തതുകൊണ്ടല്ല, അത് അങ്ങനെയാണ്. ഇനി നമ്മൾ എത്ര കംഫർട്ടാന്ന് പറഞ്ഞാലും നമ്മളുടെ ജനിച്ച് വളർന്ന നമ്മളുടെ നാട്ടിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു മെൻ്റൽ ട്രോമയായിരിക്കും. എത്ര ബോൾഡാണെന്ന് പറഞ്ഞാലും എനിക്ക് എല്ലാ പ്രാവശ്യവും ഞാൻ കരയാറുണ്ട്, എല്ലാ പ്രാവശ്യവും എനിക്ക് സങ്കടങ്ങളാണ്. എന്നാലും കൂടിയിട്ട് ഇപ്രാവശ്യം കുറച്ച് സങ്കടം കൂടുതലായിരുന്നു. ചിലപ്പോൾ ഒരു 2-3 ഡേയ്സ് മാത്രം സ്പെൻഡ് ചെയ്തുകൊണ്ടായിരിക്കും, ഒരു 2 ഡേയ്സ് കൂടി നിൽക്കണം എന്നുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും. ബട്ട് ഭയങ്കര ഹേർട്ടിങ് ആയിരുന്നു, തീരെ ഒരു ഹാപ്പി അല്ലായിരുന്നു. ബട്ട് നമ്മൾ പോയല്ലേ പറ്റും. പിന്നെ ഒരു സമാധാനമുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെക്സ്റ്റ് വിജയദശമിക്കാവും വരുന്നത്. കാരണം മാഷേട്ടന് ദക്ഷിണ വയ്ക്കണമല്ലോ, അപ്പം അതുകൊണ്ട് ദശമിക്കായിരിക്കും വരുന്നത്. ഇപ്പം അധികം ഡേയ്സ് ഇല്ലല്ലോ, അപ്പം അതുകൊണ്ട് ആയിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.